കുട്ടിക്കാലത്തെ സൗഹൃദം ഒരിക്കൽ ആജന്മ ശത്രുതയായിട്ട് മാറിയതും പിന്നീട് വളർന്നു വലുതായ ശേഷവും തുടരുന്ന കുടിപ്പകയുടെയും കഥയാണ് ഇന്ത്യ ചൈന ബന്ധം. സ്വാതന്ത്ര്യം കിട്ടി വെറും 15 വർഷം തികയുന്നതിന് മുമ്പേ തുടങ്ങി വൻ യുദ്ധങ്ങൾ. കാലം എത്ര കഴിഞ്ഞാലും ആ പ്രകോപനങ്ങളുടെയും ചതികളുടെയും കഥയിൽ ഒരു മാറ്റവും ഉണ്ടാവുന്ന പ്രതീക്ഷയില്ലാത്തവരാണ് ലോകത്തിലെ നയതന്ത്രജ്ഞരിൽ ഭൂരിഭാഗവും. കുരുത്തക്കേട് ആദ്യം കാണിക്കുക എപ്പോഴും ചൈനയാണ് എങ്കിലും കൃത്യമായ മറുപടികൾ കൊടുക്കുന്നതിൽ ഇന്ത്യയും ജാഗരൂകരാണ്. ഹിന്ദി ചീനി ഭായ് ഭായ് എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞ 1954 പരസ്പര സ്നേഹത്തിലും സാഹോദര്യത്തിലും പഞ്ചശീൽ എഗ്രിമെന്റ് ഒപ്പിട്ട് സമാധാനത്തിന്റെ വെള്ളരിപ്രാവ് പറക്കുമെന്ന് കൊതിച്ച അക്സായ് ചീൻ അതിർത്തിയിലെ മണ്ണിൽ 62-ൽ നനച്ചിരിക്കാതെ അതിർത്തി കടന്ന് വെടിയുതിർത്ത് ചുടുചോര വീഴിച്ച ചൈന ഇല്ലാതാക്കിയത് ഇന്ത്യക്കുണ്ടായിരുന്ന വിശ്വാസവും 3500ഓളം ഇന്ത്യൻ സൈനികരുടെ ജീവനുമായിരുന്നു. അന്ന് തീർന്ന തിരുമേനി ബഹുമാനം, സ്നേഹം, സാഹോദര്യമൊക്കെ. പിന്നീട് 2014-ൽ സബർമതി നദിക്കരയിൽ മോദിജി ഒരുക്കിയ ചായ സൽക്കാരത്തിൽ പങ്കെടുത്ത് പ്രസിഡന്റ് ഷീ ജിൻപിങ് മോദിജിക്ക് ഒപ്പം വരുന്ന ഊഞ്ഞാലാടുമ്പോഴും ചൈനീസ് പട്ടാളം അതിർത്തിയിൽ 3ഇടത്ത് 300 സൈനികരുമായി പ്രകോപനപരമായ അതിർത്തി ലംഘനങ്ങൾ നടത്തുകയായിരുന്നു. ചുരുക്കം പറഞ്ഞാൽ ചായ തന്ന് അങ്ങനെ അങ്ങ് ഇരുത്തിക്കളയാമെന്ന് ആരും കരുതേണ്ടെന്ന് പറയാതെ പറഞ്ഞു. ദ മെസ്സേജ് വാസ് ക്ലിയർ. ഇന്ത്യക്ക് ചുറ്റുമുള്ള പാകിസ്ഥാൻ, ശ്രീലങ്ക, ബംഗ്ലാദേശ്, മ്യാൻമാർ തുടങ്ങി മറ്റ് അയൽ രാജ്യങ്ങളിൽ കയറിക്കൂടി ഓഷ്യൻ ബേസസ് ഉൾപ്പെടെ നിർമ്മിച്ച സ്ട്രിംഗ് ഓഫ് പേൾസ് എന്ന ചാണക്യതന്ത്രവും നടപ്പിലാക്കി മുന്നോട്ട് കുതിക്കുന്ന ആ ചൈനീസ് ദുർലാക്ക് മൂർച്ച ഒട്ടും കുറയാതെ വീണ്ടും ദുർബുദ്ധി ആശയങ്ങൾ നടപ്പിൽ വരുത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയിൽ ഒടുവിലത്തേതാണ് യാർലങ് സാങ്ബോ അഥവാ നമ്മുടെ ബ്രഹ്മപുത്ര നദിക്ക് കുറുകെ പുതിയതായിട്ട് പണിയാൻ തീരുമാനിച്ച നിർമ്മാണശേഷം ലോകത്തിലെ ഏറ്റവും വലുതാവാൻ പോകുന്ന ആ ഡാം. അതൊരു ഡാം മാത്രമാണോ എന്നതാണ് ചോദ്യം. അതോ ലക്ഷോപലക്ഷം ജനങ്ങളുടെ ജീവനെ ഭീഷണിയിലാക്കാൻ പോകുന്ന ജലരൂപത്തിലുള്ള ഒരു ബോംബ് സംഭരണിയോ? 300 ബില്യൺ കിലോവാട്ട് അവർ ഉൽപ്പാദനം ലക്ഷ്യമിടുന്ന ഡാം വൻ ഭൂകമ്പ സാധ്യതയുള്ള ടിബറ്റൻ മേഖലയിലാണ് നിർമ്മിക്കുന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ 30% ഫ്രഷ് വാട്ടർ പൊട്ടൻഷ്യലും 40% ഹൈഡ്രോ പവർ പൊട്ടൻഷ്യലിൻ്റെയും സ്രോതസ്സായ ബ്രഹ്മപുത്രയോട് നാളെ എത്ര ഒഴുകണമെന്നും എങ്ങനെ ഒഴുകണമെന്നും എപ്പോൾ വെള്ളപ്പൊക്കം ഉണ്ടാക്കണമെന്നും ഒക്കെ ഇനി ചൈന പറഞ്ഞു കൊടുക്കും. ഇന്ത്യയിലെയും ബംഗ്ലാദേശിലെയും കർഷകർക്ക് സമയത്തും അളവിലും വെള്ളം കിട്ടണോ വേണ്ടയോ എന്നും ഇനി ചൈന തീരുമാനിക്കും. ആപൽഘട്ടങ്ങളിൽ, യുദ്ധ സാഹചര്യങ്ങളിൽ ഇനി ആ ഡാമിൽ നിറഞ്ഞുറങ്ങി കിടക്കാൻ പോകുന്നത് കടലിലേക്ക് ഒഴുകി പോകാനുള്ള ജലമോ അതോ നമ്മുടെ ജനങ്ങളെ വിഴുങ്ങാൻ തയ്യാറെടുക്കുന്ന കൊലയാളി പ്രളയമോ എന്ന് കാത്തിരുന്ന് കാണേണ്ട വിഷയമാണ്. കോവിഡ് ഉൾപ്പെടെയുള്ള ചരിത്രം നോക്കുമ്പോൾ ചൈന ചതിക്കുമോ എന്നൊരു ചോദ്യത്തിന് യാതൊരു പ്രസക്തിയുമില്ല. കാരണം ചതിക്കൊരു വെല്ലുപ്പാപ്പനുണ്ടെങ്കിൽ അതല്ലേ ചൈന. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇത് ഡാമോ അതോ ജലം നിറച്ച മറ്റൊരു ഭീഷണിയോ?